നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ച് വീക്ക് 2 ആദ്യ ദിവസം ലിവർപൂളിന് പരാജയം. ടൈറ്റിൽ കണ്ടൻറ്റേഴ്സായിട്ട് കണക്കാക്കുന്ന ടീമുകളിലൊന്നാണ്. അവരെ ഗാലറ്റസറായി ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. വിക്ടർ ഒസിമ്ഹനാണ് പെനാൽറ്റിയിലൂടെ തുർക്കിഷ് ക്ലബിൻ്റെ വിജയ ഗോൾ കണ്ടെത്തിയത്. കളി കഴിഞ്ഞിട്ട് ആർനെ സ്ലോട്ട് വലിയ നിരാശനാണ്. അദ്ദേഹം പറയുന്നു, എനിക്കൊട്ടും സംതൃപ്തിയില്ല, സന്തോഷമില്ല, വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനം, അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ആലിസൺ ബക്കർക്ക് പരിക്ക്, അദ്ദേഹത്തിന് അടുത്ത മത്സരം കളിക്കാൻ കഴിയില്ല എന്നും ആർനെ സ്ലോട്ട് പറയുന്നു. ചുരുക്കത്തിൽ ലിവർപൂളിന് കനത്ത തിരിച്ചടിയാണ് ഈ കളിയിൽ സംഭവിച്ചിരിക്കുന്നത്. അതേസമയം ഏകപക്ഷീയമായ 1 ഗോളിന് ബെൻഫിക്കയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ചെൽസി. ഹോസെ മൊറീഞ്ഞോ ചെൽസിക്കെതിരെ ടീമിനെ ഇറക്കിയ മത്സരമാണ്. പക്ഷേ ബെൻഫിക്ക ഒരു ഓൺ ഗോളിൽ വീടുപോയി. ചെൽസി ഇതാ വിജയിച്ച് കയറിയിരിക്കുന്നു. എന്നാൽ ഇന്റർ മിലാൻ തകർപ്പൻ വിജയമാണ് നേടിയിരിക്കുന്നത്. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അവർ സ്ലാവിയ പ്രഹയെ പരാജയപ്പെടുത്തുമ്പോൾ ലൗട്രോ മാർട്ടിനസ് ബ്രേസ് നേടിയിരിക്കുന്നു. കളിയുടെ 30-ാമത്തെ മിനിറ്റിലും 65-ാമത്തെ മിനിറ്റിലുമാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ വന്നത്. ശേഷിക്കുന്ന ഗോൾ ഡംഫ്രീസിൻ്റെ വകയായിരുന്നു. അങ്ങനെ മികച്ച ഒരു വിജയം തന്നെ ഇപ്പോൾ ഇന്റർ മിലാൻ സ്വന്തമാക്കിയിരിക്കുന്നു. അതേസമയം മറ്റൊരു മത്സരത്തിൽ ബോഡോ ഗ്ലിംറ്റ് ടോട്ടനാം ഹോട്ട്സ്പറിനെ 2-2 സമനിലയിൽ പിടിച്ചിരിക്കുന്നു. അതോടൊപ്പം അത്ലറ്റിക്കോ മാഡ്രിഡ് 5-1 വിജയം ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിന് മേൽ നേടുമ്പോൾ അതുപോലെ ഒരു ഗോൾ വർഷം നടത്തിക്കൊണ്ട് റയൽ മാഡ്രിഡ് വിജയിച്ച് കയറിയിട്ടുണ്ട്. 5-0 അവർ കൈറാത്തിനെ പരാജയപ്പെടുത്തി. അതേസമയം അറ്റ്ലാന്റ 2-1 ക്ലബ് ബ്രൂഗയെ പരാജയപ്പെടുത്തി. അയാക്സിനെ മാഴ്സ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് വീഴ്ത്തുകയും ചെയ്തു. ബയേൺ മ്യൂണിക്ക് പിന്നെ പതിവ് പോലെ ഗോൾ വർഷം നടത്തി 5-1 പെഫോസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ആദ്യ ദിവസത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.